സംസ്ഥാനത്തെ ജനന നിരക്ക് കുറയുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച CPI സംസ്ഥാന സമ്മേളനത്തിലെ രാഷ്ട്രീയ റിപ്പോർട്ടിലാണ് ജനന നിരക്ക് കുറയുന്ന കാര്യം ആശങ്കയായി പറഞ്ഞിട്ടുള്ളത്. കുഞ്ഞുങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നതായി റിപ്പോർട്ടിലുണ്ട്. 20 കൊല്ലം കൊണ്ട് ജനനനിരക്കിൽ 40% കുറവ് വന്നു. 20 കൊല്ലം കഴിഞ്ഞാൽ കേരളത്തിലെ മുതിർന്ന പൗരന്മാർ മാത്രമേ കാണൂ എന്നും റിപ്പോർട്ടിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നു. 24 ബ്രേക്കിംഗ് വാർത്തയുമായി ശ്രീജിത്ത് ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. ശ്രീജിത്തെ, ഗുഡ് മോർണിംഗ്. പല ആളുകളും പറഞ്ഞിട്ടുള്ള ഒരു ആശങ്ക തന്നെയാണ് ഈ സംസ്ഥാന സമ്മേളനത്തിൽ വന്നിരിക്കുന്നത്. കുറച്ചു കാലം കഴിയുമ്പോൾ കേരളത്തിൽ പ്രായമുള്ള നമ്മളൊക്കെ കാണൂ എന്നുള്ളത് പറയൂ. SKN ഗുഡ് മോർണിംഗ്. SKN സൂചിപ്പിച്ച പോലെ കേരളത്തിൽ പൊതുവായി ചർച്ച ചെയ്യുന്ന ഒരു സാമൂഹ്യ പ്രശ്നമാണ് CPIയുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ രാഷ്ട്രീയ റിപ്പോർട്ടിൽ ഇടം പിടിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ ജനന നിരക്ക് ആശങ്കാജനകമാം വിധം കുറയുന്നുവെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. 2004 ഏതാണ്ട് 6 ലക്ഷത്തിലേറെ ജനനനിരക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത് കുറഞ്ഞ് ഏതാണ്ട് 3.23 ലക്ഷമായി കുറഞ്ഞിരിക്കുന്നു. അതായത് 20 കൊല്ലം കൊണ്ട് 40% കുറവാണ് ജനനിരക്കിൽ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോഴുള്ള യുവാക്കളൊക്കെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന പ്രവണതയുണ്ട്. അതോടുകൂടി ഒരു 20 കൊല്ലം കഴിഞ്ഞാൽ കേരളത്തിൽ വൃദ്ധരായ ആളുകൾ മാത്രമുണ്ടാകുന്ന തരത്തിലുള്ള ഒരു സ്ഥിതി ഉണ്ടാകും. ഇത് ഏറ്റവും ഗുരുതരമായ സാമൂഹ്യ പ്രശ്നമാണ്. കേരളം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ പ്രശ്നമായി മാറിയിരിക്കുന്നു. ജനനിരക്ക് കുറയുന്നതും വൃദ്ധരുടെ എണ്ണവും കൂടുന്നതും സാമൂഹ്യ സ്ഥിതിയെ തന്നെ ദോഷകരമായി ബാധിക്കുമെന്നാണ് ഈ CPIയുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ SKN നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നമായ ലഹരിക്കെതിരായ നിലപാടിലും CPI റിപ്പോർട്ട് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ലഹരി വ്യാപനം ആശങ്കാജനകമായ വിധം കൂടുകയാണ്. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഒപ്പം തന്നെ സ്ത്രീകളെയും കുട്ടികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഈ ലഹരി വ്യാപനം വളരെ രൂക്ഷമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും ആവശ്യവും ഈ CPIയുടെ രാഷ്ട്രീയ റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതാണ് പൊതുവിൽ ഇതിന്മേലുള്ള പൊതുചർച്ച രാവിലെ 9 മണിക്ക് ആരംഭിക്കും. ഇന്ന് മുഴുവൻ പൊതുചർച്ചയാണ്. ഈ ചർച്ചയ്ക്ക് ശേഷം നാളെയാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ മറുപടി. ഓക്കെ, താങ്ക് യു. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.